ഹായ്, ബിബിനോഗ്രാഫിയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ പഴയ കാലത്ത് ഓണപ്പൂക്കളം ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന പൂക്കളെ പരിചയപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ഒരു കാലത്ത് ഈ പൂക്കളെല്ലാം നാട്ടിൻപുറങ്ങളിൽ സുലഭമായി ലഭിച്ചിരുന്നു. എന്നാൽ ഈ പൂക്കൾ പലതും നാട്ടിൻപുറങ്ങളിൽ നിന്ന് പോലും അപ്രത്യക്ഷമായി. എന്നാൽ നമുക്ക് ഈ പൂക്കളെ പരിചയപ്പെടാം. ചെറിയ വെള്ളപ്പൂവുള്ള ചെടിയാണ് തുമ്പ. തുമ്പയുടെ ഇലകൾക്ക് ഒരു പ്രത്യേക ഗന്ധമുണ്ട്. ഒരു കാലത്ത് തുമ്പ ഓണക്കളത്തിലെ താരമായിരുന്നു, ഒരു സൂപ്പർ സ്റ്റാർ. പണ്ടൊക്കെ പൂക്കളത്തിൻ്റെ നടുക്ക് തുമ്പയും കൃഷ്ണതുളസിയും വയ്ക്കുമായിരുന്നു. പ്രാചീന കാലത്ത് തുമ്പപ്പൂക്കൾ മാത്രം ഉപയോഗിച്ചാണ് അത്തപ്പൂക്കളം ഉണ്ടാക്കിയിരുന്നത്. ദശപുഷ്പത്തിൽപ്പെട്ട മഞ്ഞപ്പൂവുള്ള ചെടിയാണ് മുക്കുറ്റി. ദശപുഷ്പങ്ങൾ ഏതൊക്കെയാണെന്നറിയാൻ മേലെയുള്ള ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഈ ചെറിയ സസ്യം ഒരു മിനിയേച്ചർ തെങ്ങ് പോലെയിരിക്കും കാണാൻ. ഒരു കൊല്ലമാണ് മുക്കുറ്റിയുടെ ആയുസ്. പഴയ കാലത്ത് തുമ്പയ്ക്കൊപ്പം മുക്കുറ്റിക്കും ഓണക്കളത്തിൽ സ്ഥാനമുണ്ടായിരുന്നു. മുക്കുറ്റിയെ കേരളീയ ഗ്രാമീണതയുടെ പ്രതിബിംബമായി കണക്കാക്കാറുണ്ട്. പഴയ കാലത്ത് കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ നിറസാന്നിധ്യമായിരുന്നു കൃഷ്ണകിരീടം. ചില സ്ഥലത്ത് ഈ ചെടിയെ 6 മാസം എന്ന് വിളിക്കാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ ചെടിയെ വിളിക്കാറുള്ളത് എന്ന് കമൻ്റായി രേഖപ്പെടുത്തണേ. ഈ ചെടി ഒരു ചുവന്ന കിരീടത്തിനെ പോലെയാണ് കാണാൻ. കൃഷ്ണകിരീടത്തിൻ്റെ ചെറിയ ചുവന്ന പുഷ്പങ്ങൾ തൃക്കാക്കര അപ്പനെ അലങ്കരിക്കാൻ ഉപയോഗിക്കുമായിരുന്നു. അമ്പലത്തിലെ ആചാരങ്ങൾക്കും പൂജകൾക്കും ഉപയോഗിക്കുന്ന ഒരു പ്രധാന പുഷ്പമാണ് ചെത്തി അഥവാ തെച്ചിപ്പൂവ്. തെച്ചിപ്പൂവിന് ഓണപ്പൂക്കളത്തിൽ ഒരു സുപ്രധാന സ്ഥാനമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സ്ഥാനമെല്ലാം ചെണ്ടുമല്ലിയും അരളിയും കൊണ്ടുപോയി. വലിയ ഇതളുള്ള വെള്ളപ്പൂവാണ് മന്ദാരം. മന്ദാരത്തിന് പഴയ വീടുകളിലെ പൂന്തോട്ടത്തിൽ ഒരു പ്രമുഖ സ്ഥാനമുണ്ട്. ഇവ ചെറുവൃക്ഷമായി വളരും. തമിഴ്നാട്ടിൽ നിന്ന് ജമന്തി പൂക്കളുടെ വരവോടെ മന്ദാരം ഓണപ്പൂക്കളത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. കേരളത്തിൽ എല്ലായിടങ്ങളിലും കണ്ടിരുന്ന ഒരു പുഷ്പമാണ് ചെമ്പരത്തി. എന്നാൽ ഇപ്പോൾ ചെമ്പരത്തി വഴിയോരങ്ങളിൽ പോലും കാണാനില്ല. ഇവ പല നിറത്തിലും ഉണ്ടായിരുന്നു. നിറത്തിലും ഇതളുകളുടെ വൈവിധ്യം കൊണ്ടും ശ്രദ്ധേയമാണ് ചെമ്പരത്തി. ഓണക്കളങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പുഷ്പമായിരുന്നു ചെമ്പരത്തി. പൂക്കളിൽ വെളുവെളുത്ത പുഷ്പമാണ് നന്ദ്യാർവട്ടം. തെച്ചിപ്പൂ പോലെ ക്ഷേത്രങ്ങളിലെ പൂജകൾക്ക് ഉപയോഗിച്ചിരുന്ന പുഷ്പമാണ് നന്ദ്യാർവട്ടം. നന്ദ്യാർവട്ടം മന്ദാരം പോലെ ഒരു ചെറുവൃക്ഷമായി വളരും. ശംഖുപുഷ്പം ചായയായും തെറാപ്പി ഡ്രിങ്കായും ഉപയോഗിക്കുന്ന ഈ കാലത്ത് മുമ്പേ പറഞ്ഞ പല പൂക്കളെക്കാളും ഫെമിലിയാരിറ്റി, പരിചയം ശംഖുപുഷ്പത്തിനാവാനാണ് സാധ്യത. എന്നാൽ ശംഖുപുഷ്പം ഒരു കാലത്ത് ഓണപ്പൂക്കളം അലങ്കരിക്കാൻ ഉപയോഗിച്ചിരുന്നു. ഒരു വള്ളിച്ചെടിയായി പടരുന്ന സസ്യമാണ് ശംഖുപുഷ്പം. ഓണപ്പൂക്കളെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് കരുതട്ടെ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അത് എനിക്കും ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇറ്റ്സ് മീ ബിപിൻ സൈനിങ് ഓഫ്.